എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയില്ലേ പണി പാലും വെള്ളത്തിൽ കിട്ടിയെന്ന്. ഇതെനിക്ക് പാലും വെള്ളത്തിലല്ല, കാരമൽ പുഡിങ്ങിലാണ് കിട്ടിയത്. കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എത്ര വയ്യാന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ മക്കളൊരാഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാവും എന്നൊക്കെ. അപ്പം ഇതെൻ്റെ മോനാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവനത് എന്നോട് പറഞ്ഞു, മമ്മിക്കാണെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തന്നില്ലെങ്കിൽ വിഷമമാകത്തില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് പുഡിങ് ഉണ്ടാക്കി തരാമോ ചോദിച്ചു. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നോ പറയാനും പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ പിന്നെ ക്യാരമൽ പുഡിങ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ എളുപ്പമാണല്ലോ റെഡിയാക്കാൻ. അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. പാല് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ ക്യാരമലിൻ്റെ പാക്കറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മിക്സിൻ്റെ ആണെങ്കിലും ഒരു ചെറിയ പാക്കറ്റുണ്ട്. പാല് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു മിക്സ് ആണെങ്കിൽ പാലിലൊഴിച്ച് അത് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുറുക്കി വരട്ടെ. അപ്പം ഞാനും മക്കളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം നോ പറയാൻ പറ്റാത്ത അവസ്ഥയായത് കാരണം കൊണ്ട് അങ്ങ് റെഡിയാക്കി കൊടുത്തതാണ്. അപ്പോൾ നമ്മുടെ പാലൊക്കെ ആണെങ്കിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരമൽ കണ്ടോ, ഈ ഒരു ചെറിയൊരു കവറിലാണ്. അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറുക്കി എടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അതുകൂടെ ആണെങ്കിൽ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കാണെങ്കിൽ ഏത് ഷേപ്പിലാണോ വേണ്ടിയത് അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുത്ത് വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു 3 മണിക്കൂർ ഫ്രീസ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ ഫ്രീസറിലല്ല, സാധാരണ ആണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നാണെങ്കിൽ ബാക്കി വന്ന ക്യാരമലിലൂടെ ഇതിൻ്റെ പുറത്തൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് വെച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ബൗളിലാക്കി 2-3 പുഡിങ്ങൊക്കെ ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. നമുക്ക് ഒരൊറ്റ പീസായിട്ട് റെഡിയാക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും റെഡിയാക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ആക്രമണം ആരംഭിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മക്കൾക്കായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവർ നമ്മളോട് പറഞ്ഞിട്ട് റെഡിയാക്കി കൊടുക്കുന്നതായതുകൊണ്ട് അവർക്കായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ സംഭവം കാലിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് അറിയാൻ വയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു പാക്കറ്റ് മേടിച്ച് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് മുട്ട കൊണ്ടൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഇത് എളുപ്പ വഴിയാണ്. നമുക്കൊരു ഈ ക്യാരമലിൻ്റെ ഒരു പാക്കറ്റ്, ക്യാരമൽ പുഡിങ്ങിൻ്റെ പാക്കറ്റ് മേടിക്കുക, പാല് തിളപ്പിക്കുക, അതിലോട്ടാണെങ്കിൽ മിക്സ് അതങ്ങോട്ട് ഒഴിച്ചിട്ട് അതൊന്ന് പറ്റിച്ച് വരുമ്പോഴത്തേന് ക്യാരമൽ ഒഴിച്ചിട്ട് നമുക്കൊരു ബൗളിലോട്ടാക്കി ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അതെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ മക്കൾ പണി തന്നിട്ടുണ്ടോ എന്ന് പറയണേ. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ ഓർക്കും അവർ ശ്രദ്ധിക്കുന്നില്ലായിരിക്കും നമ്മൾ പറയുന്ന മക്കൾ, പക്ഷെ നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഇരിക്കും അവർ. അപ്പോൾ ഇതുപോലെ അടുത്തടുത്ത പണികളൊക്കെ ആയിട്ട് ഇനിയും ഇത് കേൾക്കുമ്പോൾ അടുത്ത പണി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അടുത്ത പണികളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക് യു.